പീരുമേട്ടിൽ ആവേശം വാനോളം വിതറി മുന്നണികൾ. ഏലപ്പാറ പഞ്ചായത്തിലാണ് UDF സ്ഥാനാർത്ഥിയായ സിറിയക് തോമസ് ഇന്ന് പര്യടനം നടത്തിയത്. ചക്കുപള്ളം പഞ്ചായത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി സലീം കുമാറിന്റെ ഇന്നത്തെ പര്യടനം. ചക്കുപള്ളം പഞ്ചായത്തിൽ തന്നെയായിരുന്നു NDA സ്ഥാനാർത്ഥി രതീഷ് വർഗമലയും ഇന്ന് പര്യടനം നടത്തിയത്. തെരഞ്ഞെടുപ്പിന് ഇനി ആകെയുള്ളത് 9 നാൾ മാത്രമാണ്. ആവേശം ഒട്ടും ചോരാതെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് മുന്നണികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പീരുമേട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ പഞ്ചായത്തുകളിലുള്ള പര്യടനമാണ് സംഘടിപ്പിച്ചു വരുന്നത്. പഞ്ചായത്തിലൂടെയുള്ള UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം പുരോഗമിക്കുകയാണ്. ഇന്ന് ഏലപ്പാറ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പര്യടനം നടത്തിയത്. കത്തുന്ന വെയിലിനെ പോലും വകവെക്കാതെയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നത്. സ്ഥാനാർത്ഥിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. മണ്ഡലത്തിലെ വികസനം മുരടിപ്പിനും മാറ്റമുണ്ടാക്കാനും നാടിന് വികസനം നടത്താനും ഒരു അവസരം നൽകണമെന്നാണ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. വൈകി കിട്ടിയ സ്ഥാനാർത്ഥിത്വമാണെങ്കിലും ഇടതു സ്ഥാനാർത്ഥിക്ക് ഒപ്പമെത്താൻ സിറിയക് തോമസിനായി. മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി K. സലീംകുമാർ ചക്കുവള്ളം പഞ്ചായത്തിലാണ് ഇന്ന് പര്യടനം നടത്തിയത്. വലിയകണ്ടം, 1-ാം മൈൽ, താമരക്കണ്ടം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 6-ാം മൈലിൽ എത്തിച്ചേർന്ന സലീംകുമാറിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വേദിയിലേക്ക് ആനയിച്ചു. സ്ഥാനാർത്ഥി എത്തിയ സ്ഥലങ്ങളിൽ ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. ചക്കുപള്ളത്തെ സ്വീകരണ യോഗത്തിന് ശേഷം നാളെ ഏലപ്പാറ പഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നത്. ഏലപ്പാറ പഞ്ചായത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം CPI ദേശീയ ജനറൽ സെക്രട്ടറി T. രാജ ഉദ്ഘാടനം ചെയ്യും. NDA സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ കണ്ടു വോട്ട് അഭ്യർത്ഥിച്ചു. ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ സുൽത്താൻകടയിൽ നിന്നും പര്യടനം ആരംഭിച്ചു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ആനവിലാസത്തിൽ സമാപിച്ചു. വരുന്ന 2 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് തല പര്യടനങ്ങൾ സമാപിക്കും. ഇന്ന് മുതിർന്ന നേതാക്കളൊന്നും മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.